ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അള്ളാ, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഖുർആനിലെ ഫസ്റ്റത്തെ അധ്യായമായ ഫാത്തിഹ സൂറത്തിൻ്റെ പ്രാരംഭം എന്നാണല്ലേ ആ സൂറത്തിൻ്റെ അർത്ഥം. ഫസ്റ്റത്തെ അധ്യായമായ ഫാത്തിഹയുടെ അർത്ഥവും പിന്നെ തഫ്സീർ അതിൻ്റെ വിശദീകരണമായിട്ടാണ് കേട്ടോ. അപ്പോൾ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇപ്പോൾ കുറേ ആയി ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഇതിൽ വന്നതിന് സബ്സ്ക്രൈബൊക്കെ ഏകദേശം കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ വിളിക്കുന്ന ഖുർആൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാത്തിഹയുടെ അർത്ഥവും തഫ്സീർ അതുകൂടിയാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തും കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ദി ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കട്ടോ. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എനിക്ക് അറിയുന്നതിനനുസരിച്ചുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അല്ലാത്ത വിഷയമൊക്കെയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എന്തായാലും ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിനനുസരിച്ച് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ചാണ് ഇവിടെ ഇതിൻ്റെ ഫാത്തിഹ സൂറത്തിൻ്റെ തഫ്സീർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടാവും, പിന്നെ വിശദീകരണമൊക്കെ ഉണ്ടാവും ഓരോ ആയത്തിൻ്റെ. അപ്പോൾ 7 ആയത്തുകളാണല്ലോ ഫാത്തിഹ സൂറത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ. ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോഴാണ് ഇതിൻ്റെ ഓരോന്നും മനസ്സിലാകുക. മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ തഫ്സീറിലേക്കൊക്കെ ഒന്ന് പോയോക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സഹിതം ഞാൻ വിശദീകരിച്ച് തരാം കേട്ടോ. എനിക്ക് കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ ഇത് ഖുർആനിലതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബിസ്മി ചൊല്ലിനെ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും കാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശദീകരണം എന്താണെന്ന് നോക്കി നോക്കട്ടോ. അപ്പോൾ ബിസ്മിൻ്റെ വിശദീകരണമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങണമെന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. ഇത് തുടക്കം മാത്രമല്ല, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അള്ളാഹുവിൽ നിന്ന് സഹായം തേടുന്നതും അവൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നതും കൂടിയാണ്. അർ-റഹ്മാന് പരമകാരുണ്യകൻ, അർ-റഹീം കരുണാനിധി എന്നീ പേരുകൾ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ ജീവികൾക്കും ഒരുപോലെ ലഭിക്കുന്നു എന്ന് അർ-റഹ്മാൻ സൂചിപ്പിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേക കാരുണ്യത്തെയാണ് അർ-റഹീം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് ബിസ്മിൻ്റെ മാത്രം അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒന്നാമത്തെ സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. 7 ആയത്തുകളാണ് ഇതിൽ ഉള്ളത്. എല്ലാവർക്കും അറിയാലേ. ഓരോ ആയത്തിലും അതിൻ്റേതായ ഇതുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് എന്താ നോക്കി നോക്കാം. ബിസ്മിൻ്റെ അർത്ഥവും തഫ്സീറും മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഫസ്റ്റത്തെ ആയത്ത് നോക്കി നോക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതിൻ്റെ വിശദീകരണം. അപ്പോൾ ഈ വിശദീകരണത്തിലേക്ക് എന്താണ് ഇതിൻ്റെ വിശദീകരണം നോക്കി നോക്കുക. പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും പരിപാലകനായ അള്ളാഹുവിനാണ് എല്ലാ നന്ദിയും സ്തുതിയും. ഇവിടെ അൽഹംദ് അഥവാ സ്തുതി എന്ന വാക്ക് വെറുതെ നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥവത്താണ്. അത് അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങൾക്കും കഴിവുകൾക്കും നൽകുന്ന ഒരു അംഗീകാരമാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവേ എന്ന പ്രയോഗം അള്ളാഹു എല്ലാ ലോകങ്ങളുടെയും മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ആയത്ത് അർ-റഹ്മാനിർ റഹീം, ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയും. ആദ്യത്തെ വാക്യത്തിൽ വന്ന അതേ ഗുണങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഊന്നിപ്പറയുന്നു. വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഊന്നിപ്പറയുന്നു. വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഭയത്തിൽ നിന്ന് ആശ്വാസം നേടാനും ഇത് സഹായിക്കുന്നു. അടുത്തത് മൂന്നാമത്തത് മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ. അതാണ് ഇതിൻ്റെ അർത്ഥം.
വിശദീകരണം എന്താന്ന് പറഞ്ഞുതരാം. അള്ളാഹു ഈ ലോകത്തിൻ്റെ മാത്രമല്ല പരലോകത്തിൻ്റെയും പ്രതിഫല ദിനമായ അന്ത്യനാളിലെയും ഏക ഉടമസ്ഥനാണ്. ആ ദിവസം എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കാൻ എത്തേണ്ടി വരും. ഈ വാക്യം മനുഷ്യനെ വിനയാന്വിതനാക്കുകയും പരലോകത്തെ ഓർമ്മിപ്പിച്ച് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് 4. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അർത്ഥം: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അടുത്തത് ഫാത്തിഹ സൂറത്തിലെ 4-ാമത്തെ വചനമായ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതിൻ്റെ തഫ്സീർ എന്താണെന്ന് പറഞ്ഞുതരാം. വിശദീകരണത്തിലേക്ക് കടക്കാം. ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണിത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം വ്യക്തമാക്കുന്നു. അള്ളാഹുവിനെയല്ലാതെ മറ്റൊരാൾക്കും ആരാധനയോ സഹായം തേടുന്നതോ പാടില്ലെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും പരിമിതികളുള്ളതാണെന്നും യഥാർത്ഥ സഹായം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്നും ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. 5-ാമത്തെ വചനം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അർത്ഥം: ഞങ്ങളെ നീ നേർവഴിയിൽ നയിക്കണമേ. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞു തരാം. ഇത് ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴി കാട്ടലിനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സിറാത്തൽ മുസ്തഖീം, നേർവഴി എന്നത് ഇസ്ലാമിക ജീവിത രീതിയെയും ഖുർആൻ പ്രവാചകന്റെ ചര്യ എന്നിവയെയും സൂചിപ്പിക്കുന്നു. അടുത്തത് 7-ാമത്തേതിൻ്റെയും അർത്ഥം നമുക്ക് നോക്കിയോട്ടോ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അർത്ഥം ഇതാണ്. ഞാൻ വിശദീകരണം പറഞ്ഞുതരട്ടോ. നീ അനുഗ്രഹം ചൊരിയുന്നവരുടെ വഴിയിൽ കോപത്തിന് വിധേയരായവരുടെയും വഴി പിഴച്ചവരുടെയും വഴിയിലല്ലാതെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വിശദീകരണം കൂടി പറഞ്ഞുതരാം. അപ്പോൾ അവസാനതായിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പല കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ എനിക്കൊന്ന് കൂടി ഇങ്ങനെ അർത്ഥം കേട്ടപ്പോൾ പഠിക്കണം എന്ന് തോന്നി. പിന്നെ അതിൻ്റെ തഫ്സീറൊക്കെ ഒന്ന് പഠിച്ചാൽ തിരക്കിടില്ല എന്നൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കൂലേ, അപ്പോൾ ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതിൻ്റെ വിശദീകരണം എന്താണെന്ന് നോക്കിക്കാം. ഇത് മുമ്പത്തെ വാക്യത്തിൻ്റെ വിശദീകരണമാണ്. നേർവഴി എന്നത് പ്രവാചകന്മാർ, പിന്നെ സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ തുടങ്ങിയവർ നടന്ന വഴിയാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെയും സത്യം അറിഞ്ഞിട്ടും ധിക്കരിച്ചവർ, വഴി പിഴച്ചു പോയവരുടെയും അജ്ഞത കാരണം വഴി തെറ്റിയവർ വഴിയിൽ നിന്ന് അകറ്റാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ആമുഖം, അവൻ്റെ ശക്തിയെയും കാരുണ്യത്തെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ഒരു വഴികാട്ടൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും ഇത് നിർബന്ധമായും പാരായണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ ഓരോ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണ്, കറക്റ്റായിട്ട് ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും കഴിയില്ല. പക്ഷേ എൻ്റെ ഒഴിവിനനുസരിച്ചൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്കും ഇതൊക്കെ കാരണം ഞാൻ വീഡിയോയിൽ വരാറില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്നാൽ നാളെ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഓരോ ഇതിനനുസരിച്ച് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓരോ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.